അതെ, നമുക്ക് നല്ല കുഞ്ഞൻ ചൂരത്തല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മുളകിട്ട് വെക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു ചൂരത്തല കറി വെക്കുന്നത്. ഒരുപാട് വലിയ ചൂരയൊന്നുമല്ല, ചെറിയ ചൂരയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തല നമ്മൾ തലക്കറിയായിട്ട് തന്നെ വെക്കുകയാണ്. സാധാരണ നമ്മൾ മുളക് പൊടി ചേർത്തിട്ടാണ് നല്ല ചുമന്ന കളറി വെക്കും. ഇന്ന് നമ്മൾ അതുപോലെയല്ല വെക്കുന്നത്. നമ്മൾ ഇത്തിരി തേങ്ങ പച്ചയ്ക്ക് നമ്മൾ അരച്ചിട്ടാണ് കേട്ടോ ഈ കറി വെച്ച് നോക്കുന്നത്. സാധാരണ നമ്മൾ മത്തിയൊക്കെ നമ്മൾ അതുപോലെ വെച്ച് നോക്കും, പച്ചയ്ക്ക് അരയ്ക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കോട്ടയത്തോട്ട് അങ്ങനെ പറയും. അപ്പോൾ നമ്മൾ അത് മാങ്ങായും അതുപോലെ തന്നെ പച്ചമുളകും കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് നമ്മൾ തേങ്ങ പച്ചക്കരച്ച് നമ്മൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു കറി വെക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാരണം 1-2 ദിവസത്തിൽ കൂടുതൽ വെക്കാൻ പറ്റില്ല, കാരണം തേങ്ങ അരയ്ക്കുന്നത് കൊണ്ട് തന്നെയും. പക്ഷേ നമുക്ക് 1-2 ദിവസത്തേക്കിനൊക്കെ തേങ്ങ അരച്ച കറി നമുക്ക് വെച്ച് കൂട്ടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതുപോലെയൊന്ന് തലക്കറി പച്ചക്കരച്ച് വെച്ച് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കപ്പയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രുചിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബായ്.